പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാർഗിലറിയിലുള്ള ഈ കാർമേൽ ഫെലോഷിപ്പിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷക്തനോട് കുടുംബത്തോട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്നായിരിക്കാൻ ദൈവജനത്തോടും ചേർന്നായിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ ഒരു മുഖാന്തരമായത് കർത്താവിൻ്റെ ദാസൻ പ്രിയ സഹോദരൻ ബേസിൽ നിമിത്തമാണ്. ആമേൻ. ഞങ്ങൾ തമ്മിലും നേരത്തെ പരിചയമുള്ളവരല്ല എങ്കിലും അദ്ദേഹം സ്പിരിച്വലി ഒത്തിരി ആദരിക്കുന്ന ഒരു ദൈവദാസനുണ്ട്, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോബോയ് ടി ഐസക്. അദ്ദേഹം എറണാകുളത്തെ കർത്താവിൻ്റെ വേദികളുള്ളതായിരിക്കുന്നു. ആ കർത്തൃദാസനും ഞാനും തമ്മിൽ വളരെ ദീർഘവർഷങ്ങളായിട്ടുള്ള വളരെ ആഴമായ ആത്മബന്ധമുള്ള ദൈവദാസന്മാരാണ്. ആ ദൈവദാസൻ നിമിത്തമാണ് ആമേൻ പ്രിയ ബേസിൽ കൂടി ഇങ്ങനെ ഒരു മീറ്റിംഗ് ഈ പ്രഭാതത്തിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് അവസരമൊരുക്കിയത്. കഴിഞ്ഞ 2 മാസങ്ങൾ ടൊറൻഡോ പട്ടണത്തിൻ്റെ വ്യത്യസ്തമായ ഇടങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ കുടുംബമായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. 2 ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾക്ക് എഡ്മണ്ടനിൽ എത്തിച്ചേരുവാൻ ഇടയാക്കി. ആമേൻ. കഴിഞ്ഞ 1-2 ദിവസങ്ങൾ എഡ്മണ്ടനിലെ ചില കൂട്ടായ്മകളിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ ദൈവം ഇടയാക്കി. ആമേൻ. ഈ കഴിഞ്ഞ 3 ദിവസങ്ങൾ കാൽഗറിയിൽ കർത്താവിൻ്റെ ദാസൻ ജോസഫ് മാത്യു പാസ്റ്ററുടെ ചർച്ചിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ ദൈവവചനത്തിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് അവസരമൊരുക്കി. ഇന്ന് പകൽ ഇവിടെ ദൈവം നൽകിയ ഈ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഞങ്ങൾ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് ശേഷം നാളെ വീണ്ടും എഡ്മണ്ടനിലേക്ക് മടങ്ങിപ്പോകും. ഒരാഴ്ചയും കൂടെ എഡ്മണ്ടനിലുണ്ട്. അടുത്ത വീക്കെൻഡിൽ അവിടെ പിനിയൽ സഭയിൽ 3 ദിവസത്തെ മീറ്റിങ്ങും. ആമേൻ. അതിനുശേഷമായിട്ട് ഞങ്ങളുടെ മകൻ ഇവിടെ കെലോനയിലാണ് താമസിക്കുന്നത്. അവൻ്റെ അടുത്തേക്ക് കടന്നുപോയി 2 ആഴ്ചകൾ അവിടെ ആയിരുന്ന ശേഷം നാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള ആമേൻ ആഗ്രഹത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വഴികൾക്കായിട്ട് നന്ദി പറയുന്നു. എൻ്റെ വൈഫ് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഓർപ്പിച്ചതുപോലെ 2018 ഞങ്ങൾക്ക് ഈ രാജ്യത്ത് കടന്നു വരുവാൻ ഇതിന് മുമ്പ് കർത്താവ് അവസരം നൽകി. ആമേൻ. ആ സമയത്തും ആമേൻ കാൽഗറിയിൽ വന്നെങ്കിലും ആമേൻ കർത്തൃദാസനെയോ ഈ സഭയോ പരിചയമല്ലായിരുന്നു. ആമേൻ. കർത്താവിൻ്റെ ദാസൻ ജോസഫ് പാസ്റ്ററുമായിട്ട് ദീർഘവർഷങ്ങളായിട്ടുള്ള വളരെ ആഴമായ ആത്മബന്ധമുണ്ട്. ആമേൻ. അങ്ങനെ അവിടെ ആ കൂട്ടായ്മയിലൊക്കെ കടന്നു വരുവാൻ കർത്താവ് അവസരമൊരുക്കി. ആമേൻ. വീണ്ടും ഒരിക്കൽ കൂടി 2025 ജീവനോടെ ആമേൻ ഈ രാജ്യത്ത് കടന്നു വരുവാൻ ദൈവം കാണിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞാനത് പറഞ്ഞത് ആമേൻ നമുക്കറിയാം 19 മുതൽ ആമേൻ 1-2 വർഷങ്ങൾ കോവിഡ് എന്ന മഹാമാരിയാൽ ലോകം നടുങ്ങിത്തിരിച്ച കാലഘട്ടം. 2021 ജൂലൈ മാസം 11-ാം തീയതി എനിക്കും കോവിഡ് പോസിറ്റീവായി. ആമേൻ. എന്നാൽ അതിനുശേഷമുള്ള ചില ദിവസങ്ങൾ 21 ദിവസങ്ങൾ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ വെന്റിലേറ്ററിനകത്ത് ആമേൻ മരണത്തിനും ജീവനും ഇടയിലുള്ള നൂൽപാലത്തിൽ കൂടെ സഞ്ചരിച്ച ദിവസങ്ങളായിരുന്നു. ആമേൻ. അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർ എന്നേക്കാൾ പ്രായം കുറഞ്ഞവരും ആരോഗ്യമുള്ളവരുമൊക്കെ മരണത്തിന് കീഴടങ്ങി ഓരോ ദിവസങ്ങളിലും സ്റ്റീൽ ബോക്സിനകത്തേക്ക് മാറ്റപ്പെടുന്നത് കണ്ടുകൊണ്ട് ആമേൻ ICUവിനകത്ത് ആ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ആമേൻ അടുത്ത നിമിഷം ഒരുപക്ഷെ എൻ്റേതും അങ്ങനെ സംഭവിക്കുമെന്നുള്ള മാനസികമായ സമ്മർദ്ദങ്ങളിൽ കൂടിയൊക്കെ കടന്നുപോയ ഒരു ആമേൻ കാലഘട്ടം ജീവിതത്തിനകത്തുണ്ടായിരുന്നു. എന്നാൽ വലിയവനായ ദൈവത്തിൻ്റെ മഹാകരുണയാൽ ലോകമെമ്പാടുമുള്ള അനേക ദൈവജനം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് സ്വർഗത്തിലെ ദൈവം അത്യത്ഭുതകരമായിട്ട് മരണത്തിനേൽപ്പിക്കാതെ ജീവനോടെ ഭൂമിയിൽ ശേഷിപ്പിച്ച ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അതിനന്തരമായിട്ട് ആമേൻ അടുത്ത ചെക്കപ്പിന് ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ ആമേൻ എന്നെ ചികിത്സിച്ച ഡോക്ടറിനോട് പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ കോവിഡ് കാറ്റഗറി C സിവിയർ ലെവലിൽ അഡ്മിറ്റ് ആയതിനകത്ത് ജീവനോടെ പുറത്തു വന്നത് നിങ്ങളൊരാൾ മാത്രമാണ്. ആമേൻ. വേറൊരാൾ പോലും ആമേൻ ജീവനോടെ പുറത്തു വരാനിടയായില്ല. അവർക്കൊക്കെ കൊടുത്ത മെഡിസിനെ നിങ്ങൾക്കും തന്നുള്ളൂ. പക്ഷേ നിങ്ങളുടെ ആയുസ്സിനോട് ദൈവത്തിനെന്തോ ഒരു നീതി ഉണ്ടായിരുന്നുവെന്ന് ആ ഡോക്ടർ ഇങ്ങനെ പറയാനിടയായി തീർന്നു. ഞാനിത് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ടെങ്കിൽ, ദൈവത്തിന് ഇനിയും ചിലത് നമ്മെക്കൊണ്ട് തികച്ചെടുക്കാനുണ്ടെങ്കിൽ, ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം വെളിപ്പെടും മുമ്പ് എന്തെല്ലാം വെല്ലുവിളികൾ പൈശാചിക മണ്ഡലം നിനക്കെതിരെ തൊടുത്തുവിട്ടാലും ആമേൻ പൈശാചിക മണ്ഡലം നിന്നെ ഇളക്കി മറിക്കുന്ന പ്രതിസന്ധിയുടെ വേരോട്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ നടത്തിയാലും സ്വർഗം നിനക്ക് നിയമിച്ചിരിക്കുന്ന ദൈവപ്രവൃത്തിയുടെ പൂർണ്ണത കാണാതെ ആമേൻ നിന്നെ മാറ്റിക്കളയാൻ സ്വർഗം അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ കരം ഏതിലകുന്ന പ്രതിസന്ധിയിലും അതിനപ്പുറമായി വെളിപ്പെടുമെന്ന് സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ആമേൻ ദൈവം നിർമ്മിച്ചതിനെ ഇളക്കി മറിക്കാൻ ആമേൻ പൈശാചിക മണ്ഡലം എന്തെല്ലാം പദ്ധതികൾ ഒരുക്കിയാലും അതിനപ്പുറം ഒരു ശാന്തതയുടെ തുറമുഖം ഒരുക്കുന്ന ഒരു ദൈവിക കരുതലും ദൈവിക പദ്ധതിയും അതിൻ്റെ പിന്നാമ്പറങ്ങളിലുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ കൂടെ തികച്ചെടുക്കേണ്ട നമ്മുടെ ആയുഷ്കാലത്തിലെ പദ്ധതികളെ തികച്ചെടുപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ദൈവമാർഗത്തിൽ ചലിക്കുവാൻ നമ്മൾ തയ്യാറായാൽ ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി നമ്മിൽ കൂടെ സ്വർഗത്തിലെ ദൈവത്തിന് ചെയ്തെടുക്കാനുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം പ്രാരംഭമായിട്ട് അവൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവൻ എൻ്റെ വൈഫ് സാക്ഷ്യം അവൻ പറഞ്ഞു, എൻ്റെ വീട് കോട്ടയത്താണ്, കോട്ടയം ചിങ്ങവനം പരുത്തുംപാറയാണ്.
ജില്ലയാണ്. എൻ്റെ സ്വദേശം. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ കോന്നിക്ക് സമീപം കൂടൽ എന്ന പ്രദേശത്ത് കർത്താവ് നൽകിയ ഒരു നിയോഗപ്രകാരം കടന്നു വന്ന് ഒരു പ്രവർത്തനം ആരംഭിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ ചില പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നേടിയെടുപ്പാൻ ദൈവം അവസരമൊരുക്കി. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചെറിയ സഭ ആ ദേശത്ത് ദൈവം തന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഉറപ്പോടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു നിയോഗത്തിൽ നമ്മൾ ചലിച്ചാൽ നമ്മൾ ഒട്ടും മാനുഷികമായി പ്രതീക്ഷിക്കാത്ത വഴികളെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധ വെച്ചാൽ മതി. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചുവടുകളിൽ തന്നെ, വഴിയിൽ തന്നെ നമ്മുടെ ചുവടുകളായിരിക്കണം. അതിൽ നിന്നും മാറാതെ ദൈവം പറയുന്നത് പോലെ ചെയ്താൽ ഇന്ന് പകൽക്കാലം നമ്മൾ ആരും വിചാരിക്കാത്ത വഴികളിൽ കൂടെ, നമ്മളാരും ചിന്തിക്കാത്ത മേഖലകളിൽ കൂടെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണം നമ്മിൽ വെളിപ്പെടുത്താൻ ദൈവം വിശ്വസ്തനാണ്. കർത്താവ് നൽകിയൊരു നിയോഗപ്രകാരം 15 വർഷങ്ങൾക്ക് മുമ്പ് കൂടുതൽ പോയി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഭൗതികമായ നിലവാരങ്ങളിലോ ആത്മീയ നിലവാരങ്ങളിലോ കൈത്താങ്ങലുകൾ തരുവാൻ ആരുമില്ലായിരുന്നു. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഒരു പുതിയ പ്രവർത്തനം അവിടെ തുടക്കം കുറിക്കുവാൻ കർത്താവ് ഇടയാക്കി. ആര് സഹായിക്കുമെന്നൊന്നും അറിയത്തില്ല. വിശ്വാസത്താൽ കടന്നു വന്നു, വിശ്വാസത്താൽ പ്രവർത്തനം ആരംഭിച്ചു. 2 കുഞ്ഞുങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളാണവരെ. ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ദേശത്ത് അനേകയിടങ്ങളിൽ കയറിയിറങ്ങി കർത്താവിനെ കുറിച്ച് പറയാൻ ദൈവം അവസരമൊരുക്കി. അനേക പ്രിയപ്പെട്ടവർ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. അങ്ങനെ വ്യത്യസ്തമായ സമുദായങ്ങളിലും ജാതീയ പശ്ചാത്തലങ്ങളും ഉള്ളവരിലേക്ക് കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കുവാനും അനേവരെയൊക്കെ കർത്താവിലേക്ക് നയിക്കുവാനുമുള്ള ദൈവത്തിൻ്റെ കൃപ ദൈവം നൽകി. ഒരു ആലയം ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു. 15 വർഷങ്ങളോളമായി. എന്നാൽ 3 വർഷങ്ങൾക്ക് അപ്പുറമായിട്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹാകരുതൽ ആ വിഷയത്തിനകത്ത് വെളിപ്പെട്ടു. ആ ദേശത്തുള്ള ഒരു ഓർത്തഡോക്സുകാരനായ വ്യക്തിയെ സ്വർഗത്തിലെ ദൈവം അവിടുത്തെ ഒരു ആലയത്തിൻ്റെ ക്രമീകരണത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുവാനിടയായി. വർഷങ്ങൾക്ക് മുമ്പ് ആലയത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഒരു അഭിഷക്തൻ ദൈവിക ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ആലയത്തിൽ കടന്നു വന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനെ ഒരു ദൈവശബ്ദം ആ ദൈവദാസിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു. ഘോരശനെ ഉണർത്തിയതുപോലെ ഞാൻ ദൈവസഭയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയെ ഉയർത്തും. അത് നിങ്ങളാരും മാനുഷികമായി പ്രതീക്ഷിക്കുന്നവരായിരിക്കത്തില്ല. എന്നാൽ ഞാൻ ആ വ്യക്തിയെ ഉണർത്തി നിങ്ങൾക്ക് വേണ്ടി ഈ ദേശത്തൊരു ആലയത്തിലുള്ള വഴികാരികളെ ക്രമീകരിച്ചു തരുമെന്ന് പരിശുദ്ധാത്മാവ് ഒരു ദൈവിക നിയോഗം ദൈവസഭയോട് കൈമാറിയത് ഏറ്റെടുത്ത് ശക്തമായി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം ഈ ഓർത്തഡോക്സുകാരനായ ആംഗിള് എന്നെ വിളിച്ചു. എന്നെ ഒരു പ്ലോട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഇതൊരു ചർച്ച് പണിയേണ്ടതിനായിട്ട് ഞാൻ മാറ്റിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. എനിക്ക് പാസ്റ്ററോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾക്കൊരു ചർച്ച് പണിയാനായിട്ട് ഈ സ്ഥലം ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങളൊരു എഞ്ചിനീയറിനെ വിളിച്ചുകൊണ്ട് വന്നോടെ പ്ലാനുമൊക്കെ ഏകദേശം പറഞ്ഞു. അതൊക്കെ വരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ പരമേൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ എൻ്റെ പ്ലാൻ മാറ്റുകയാണ്. ഞാൻ എൻ്റെ മക്കളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ മക്കൾ പറഞ്ഞു, ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ മെച്ചമായിട്ട് കൊടുക്കണമെന്ന്. ആദ്യത്തേത് 14 സെൻറ്റ് സ്ഥലമായിരുന്നു. എന്നാൽ മക്കളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അതുമല്ല, അതിനിപ്പുറത്ത് കിടക്കുന്ന നല്ല പ്ലോട്ടല്ലോ 35 സെൻറ്റ് സ്ഥലമുണ്ട്. അതിനകത്ത് വേണം ആലയം പണിത് കൊടുക്കാനെന്ന് അവർ സംസാരിച്ചു. അതുകൊണ്ട് പാസ്റ്റർ, ഞാൻ ആ പ്ലാൻ മാറ്റി. നമുക്കതിന് ഇപ്പുറത്ത് കിടക്കുന്ന ആ പ്ലോട്ട് ഒരു ആലയം പണിയാനായിട്ട് ഒരുക്കി തരാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പൈസയ്ക്കല്ല, സൗജന്യമായിട്ട്. അങ്ങനെ മനോഹരമായ നിലയിൽ ദൈവം ഒരു വസ്തു അവിടെ ഒരുക്കി തന്നു. അതിനകത്തൊരു ബിൽഡിംഗ് പണിയാനുള്ള കാര്യങ്ങളുടെ എല്ലാ പ്ലാനിങ്ങുകളും ഞങ്ങൾ വരച്ച് തയ്യാറാക്കി. എന്നോട് പറഞ്ഞു, അതിൻ്റെ സ്ട്രക്ചർ വരെ ഞാൻ പണിത് തരാം, ബാക്കി പാസ് ചെയ്തോണം. 40 ലക്ഷം രൂപയ്ക്ക് അതിനകത്ത് സ്ട്രക്ചർ പണിതു. മനോഹരമായ ഒരു പാഴ്സനേജും 1200 സ്ക്വയർ ഫീറ്റുള്ള ഒരു ചർച്ചും ഒരു ബിൽഡിംഗ് ആയിട്ട് ഒരുമിച്ച് അവിടെ പണിതെടുപ്പാൻ സ്വർഗ്ഗത്തിൽ ദൈവം ഇടയാക്കി. 3 വർഷങ്ങൾക്കപ്പുറമായിട്ട് അങ്ങനെ ഒരു ക്രമീകരണം ദേശത്ത് ദൈവം ഒരുക്കി നൽകി. സ്റ്റിൽ ഹി ഈസ് ആൻ ഓർത്തഡോക്സ് ബിലീവർ. അദ്ദേഹം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൂട്ടായ്മകളിൽ വരും. ഞാൻ ഈ പറഞ്ഞത് നിയോഗത്തിൽ ചലിച്ചാൽ നമ്മൾ സ്വപ്നം കാണുന്നതിനപ്പുറമായിട്ട് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, കരുതുന്ന ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, 10,000 അനുഭവ സാക്ഷ്യങ്ങൾ ഈ 25 വർഷത്തെ ശുശ്രൂഷാതലത്തിൽ എനിക്ക് അവിടെ നിന്ന് പറയാനുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം വളരെ പരിമിതമായ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ആ സമയത്തിനകത്ത് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൂത് നിങ്ങളോട് കൈമാറണമെന്നുള്ളത് കൊണ്ട് ഞാൻ വലിയ സാക്ഷ്യങ്ങളിലേക്ക് പോകുന്നില്ല. എങ്കിലും എൻ്റെ സാക്ഷ്യം ഒറ്റവാക്കിൽ നിന്ന് പറയട്ടെ. ഒരു പെന്തക്കോസ്തിലെ പാസ്റ്ററായത് മോനായതുകൊണ്ടോ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്നതുകൊണ്ടോ ഈ ദൈവവചനത്തിന് ശുശ്രൂഷക്കാരനായതല്ല. തികഞ്ഞ ഭക്തിയുള്ള ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. അതിൻ്റെ എല്ലാ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അങ്ങേയറ്റം ഭയഭക്തി ആദരവോട് പങ്കെടുത്ത് മുൻപോട്ട് പോയി. ചെറിയ
ചെറിയ പ്രായം മുതൽ, ഓർമ്മ വെച്ച പ്രായം മുതൽ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഓർത്തഡോക്സിൽ ഒരു വൈദികനായി തീരണമെന്നുള്ളത്. ആമേൻ. അങ്ങനെ തന്നെ ചെറിയ പ്രായം മുതൽ അതിനുവേണ്ടി ഒരുക്കത്തോടെ വളർന്നു വന്നതുകൊണ്ട് 8.5 വർഷം മധുബഹയിലെ ശുശ്രൂഷക്കാരനായിട്ടൊക്കെ കൂടി അച്ചമ്പട്ടം പഠിക്കേണ്ടതിന് സെമിനാരിയിൽ പോകാനുള്ള കാര്യങ്ങളും തയ്യാറെടുത്ത് ആമേൻ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളുമൊക്കെ ആരംഭിച്ചു തുടങ്ങുമ്പോഴാണ് ഈ വചനത്തിൻ്റെ സത്യം പരിശുദ്ധാത്മാവ് ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ബോധ്യമാക്കിയത്. ആ വചനത്തിൻ്റെ വെളിപ്പാടിലേക്ക് ദൈവം കൊണ്ടുവന്നപ്പോൾ ആമേൻ മറ്റൊരുത്തനും രക്ഷയില്ല. അവൻ നാം രക്ഷിക്കപ്പെടേണ്ടതിന് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ടിരിക്കുന്ന ഒരൊറ്റ നാമം യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയപ്പോൾ ആമേൻ മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ ഈ ഭൂമിയിൽ മധ്യസ്ഥനായിട്ട് യേശു ക്രിസ്തു അല്ലാതെ വേറെ ആരുമില്ലെന്നുള്ള വചന വെളിപ്പാട് പരിശുദ്ധാത്മാവ് അകത്ത് കോറിയിട്ട് തന്നപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഈ ആചാരങ്ങളോട് ആമേൻ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ മതപരമായ ചടങ്ങുകളോടും വിട പറഞ്ഞ് ഈ വചനത്തെ സ്നേഹിപ്പാൻ നല്ല യൗവനകാലത്ത് കർത്താവ് ഇടയാക്കി. എൻ്റെ പിതാവ് രക്ഷയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, എൻ്റെ കുടുംബത്തിൽ ഒരൊറ്റയാൾ പോലും ഈ വിശ്വാസ മാർഗത്തിലേക്ക് സ്വീകരിക്കുന്നതിന് മുമ്പ് ആമേൻ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. എൻ്റെ അമ്മയാണ് ആദ്യം ഇതിന് ചുവട് വെച്ചത്. ആമേൻ പ്രിയപ്പെട്ടവരെ, എന്നാൽ ആമേൻ വലിയ ബൃഹത്തായ ഒരു കുടുംബം, 10 മക്കളടങ്ങുന്ന കുടുംബം എൻ്റെ പിതാവിൻ്റെ കുടുംബം. എല്ലാവരും തികഞ്ഞ ഓർത്തഡോക്സ് ഭക്തരാണ്. അമ്മയുടെ വീട്ടുകാർ മുഴുവൻ ഓർത്തഡോക്സുകാരാണ്. എന്നാൽ ഒരിക്കൽ പോലും ഈ സത്യത്തിലേക്ക് തിരിയാൻ അവൻ യാതൊരു നിലയിലും സാധ്യതയില്ലായിരുന്ന കാലത്ത് ഒരച്ചമ്പട്ടം സ്വപ്നം കണ്ടുകൊണ്ട് നടന്ന എന്നെ സ്വർഗത്തിലെ ദൈവം വചനത്തിൻ്റെ വ്യക്താവായി തീരേണ്ടതിന് രക്ഷയുടെ മാർഗത്തിലേക്ക് നടത്തി. വ്യക്തമായിട്ട് സ്വർഗം ദർശനം കാണിച്ച് സ്നാനത്തെക്കുറിച്ച് ശക്തിയുക്തം എതിർത്തു വാദിച്ചു കൊണ്ടിരുന്ന എനിക്ക് ആമേൻ അർദ്ധരാത്രിയിൽ സ്വർഗം ആമേൻ സ്നാനം സത്യമാണെന്നുള്ള വെളിപ്പാട് സ്വപ്നത്തിൽ കൂടെ കാണിച്ചു തന്ന് ആമേൻ അതിനുവേണ്ടി വില കൊടുത്ത് ദൈവത്തിൻ്റെ കൃപയിലേക്ക് ഇറങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം നൽകി. അതിനുശേഷം വിദ്യാഭ്യാസാനന്തരം നല്ല ആമേൻ മാന്യമായ ഒരു ജോലി ഗവൺമെൻറ് തലത്തിൽ ലഭ്യമായപ്പോൾ ആമേൻ കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായി സംസാരിച്ചതുകൊണ്ട് ആമേൻ ആ ജോലി വേണ്ട എന്ന് വിചാരിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തു. ആമേൻ ശക്തിയുക്തം എതിർപ്പുകൾ ആമേൻ എൻ്റെ പിതാവിൻ്റെ ഭാഗത്തു നിന്ന്, എൻ്റെ കുടുംബക്കാരുടെ ഭാഗത്തു നിന്നെല്ലാം ശക്തമായ എതിർപ്പുകൾ പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തതോടുള്ള ബന്ധത്തിലുണ്ടായി. എന്നാൽ അവിടെയൊന്നും ആമേൻ തിരിഞ്ഞു നോക്കാൻ ഇടയാകാതെ വണ്ണം ഏൽപ്പിച്ച ദൈവിക സത്യത്തിൻ്റെ പ്രമാണത്തിന് വേണ്ടി വില കൊടുത്തു നിൽക്കാൻ കർത്താവ് അത്ഭുതകരമായിട്ട് കൃപ ചെയ്തു. ഒത്തിരി പ്രതിസന്ധികളുണ്ടായി, ഒത്തിരി പ്രകോപനങ്ങളുണ്ടായി, അവൻ ഒത്തിരി പ്രലോഭനങ്ങളുണ്ടായി. എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കുന്ന ഒരഭിഷേകം അകത്ത് സ്വർഗം നൽകിയതുകൊണ്ട് എത്ര വില കൊടുക്കേണ്ടി വന്നാലും എടുത്ത തീരുമാനത്തെ പിന്നോട്ട് പോകത്തിലുള്ള തീരുമാനം ഉറച്ചു നിന്നു. ഇന്ന് പകൽക്കാലം അഭിമാനത്തോടെ പറയട്ടെ, ആ വിശ്വാസം ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, നീ അവന്റെ പക്ഷം തിരിയത്തില്ല, അവൻ നിന്റെ പക്ഷം തിരിയുമെന്ന്. അങ്ങനെയാണെങ്കിൽ വചനം അത് അങ്ങനെ തന്നെയാ കേട്ടോ. ആ വചനത്തിന്റെ വെളിപ്പാടിന് വേണ്ടി വില കൊടുത്തു നിന്നതുകൊണ്ട് പിന്നത്തേതിൽ എൻ്റെ പിതാവും ഈ വിശ്വാസ മാർഗത്തിൽ കടന്നു വരാൻ ദൈവം ഇടയാക്കി. എൻ്റെ സഹോദരൻ ഈ വിശ്വാസ മാർഗത്തിൽ കടന്നു വരാൻ ഇടയാക്കി. എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കുടുംബങ്ങളിൽ അനേക ചർച്ചക്കാർ ഇന്ന് പകൽക്കാലം ഈ സത്യത്തിന് സാക്ഷികളായി വേർതിരിയപ്പെടുവാൻ ഇടയായി. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം പ്രിയപ്പെട്ടവരെ, ആമേൻ, ദൈവത്തെ വിളിച്ചാൽ നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ, എന്തായി തീരുമെന്നും എങ്ങനെയായി തീരുമെന്നും ഒത്തിരി വെല്ലുവിളികളും ചോദ്യങ്ങളും ഉയർത്തിയതിന് നടുവിൽ ആരുടെയും മുമ്പിൽ ഒരൗദാര്യത്തിനും ആമേൻ കാത്തു നിൽക്കാൻ ഇടയില്ലാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം മാന്യവും ശ്രേഷ്ഠവും ഉന്നതവുമായി ആമേൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ പാതാവുകളെ ഇന്ന് വരെ വഴി നടത്തി. ആമേൻ, 2 തലമുറകളെ ദൈവം തന്നു. മാന്യമായ 2 കുഞ്ഞുങ്ങളെയും വിദ്യാഭ്യാസം ചെയ്യാനുള്ള വഴികളെ സ്വർഗത്തെ ദൈവം ഒരുക്കി തന്നു. ആമേൻ, 2 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ ഞങ്ങളുടെ മകന് വിവാഹിതനാകാനും ദൈവം കൃപ നൽകി. ആമേൻ, അവർ 2 പേരും ഇപ്പോൾ കലവനയിൽ കുടുംബമായിട്ടായിരിക്കുന്നു. ഇളയ മകള് BSc ആമേൻ നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് അനന്തരമായിട്ട് ഇപ്പോൾ മംഗലാപുരത്ത് ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, ആമേൻ, ഒത്തിരി ആമേൻ ചർച്ചക്കാരും ബന്ധക്കാരും നോക്കി നിന്നു. ആമേൻ, ഇവൻ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന്, ആമേൻ, ഇവൻ അവസാനം ഞങ്ങളുടെ അടുക്ക വരുമെന്നൊക്കെ പറഞ്ഞ വെല്ലുവിളികളുണ്ടായിരുന്നു. എന്നാൽ ആരുടെയും മുമ്പിൽ ഒന്നിനും ചെന്ന് നിൽപ്പാൻ ഇടയാകാതെ വേണം എൻ്റെ ദൈവം ചോദിച്ചതിനേക്കാൾ, ചിന്തിച്ചതിനേക്കാൾ, വിചാരിച്ചതിനേക്കാൾ, നനച്ചതിനേക്കാൾ അത്യന്തം പരമായ എല്ലാ ദൈവിക നന്മകളാലും ഇന്നയോളം അഭിമാന പുരസരം ദൈവരാജ്യത്തിന്റെ വ്യക്തമായി നിൽപ്പാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞ് എന്തിനെന്നറിയാമോ? നിങ്ങൾ ചിലരെയെങ്കിലും ഇത് ധൈര്യപ്പെടുത്തുമെങ്കിൽ, നിങ്ങൾ ചിലരെയെങ്കിലും ഇത് ആമേൻ ആത്മാവിൽ ബലപ്പെടുത്തുമെങ്കിൽ അതിന് കാരണമാകട്ടെ എന്ന് വിചാരിച്ച ഇന്ന് പകൽക്കാലം ആമേൻ, നീ നോക്കിയിറങ്ങിയ ദൈവം പരാജയപ്പെട്ടവനല്ല. മരണത്തിന് പോലും പിടിച്ചു വയ്ക്കാൻ കഴിയാതിരുന്നവൻ, മരണപാശങ്ങൾക്ക് ബന്ധിക്കാൻ കഴിയാതിരുന്നവൻ, കല്ലറയ്ക്കൊതുക്കാൻ കഴിയാതിരുന്നവൻ, കല്ലറയെ ഭേദിച്ചവൻ, മരണപാശങ്ങളെ അഴിച്ചവൻ, ചങ്ങലകളെ പൊട്ടിച്ചവൻ, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവൻ. ഇന്ന് പകൽക്കാലം ഞാനും നീയും ആരാധിക്കുന്ന ദൈവം, ഞാനും നീയും സേവിക്കുന്ന ദൈവം തോറ്റ ദൈവമല്ല, പരാജയപ്പെട്ട ദൈവമല്ല, മരിച്ചു മൺമറഞ്ഞു പോയ ദൈവമല്ല. ചങ്ങലകളെ പൊട്ടിച്ചവൻ, മരണവാസങ്ങളെ അഴിച്ചവൻ, ആമേൻ, ആമേൻ, കല്ലറയ്ക്കൊതുക്കാൻ കഴിയാതെ കല്ലറ വെട്ട് ഉയർത്തെഴുന്നേറ്റവനാണെങ്കിൽ അവനെ സേവിക്കുന്ന
നീ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അവനെ സേവിക്കുന്ന നീ തലകുനിക്കാൻ അനുവദിക്കത്തില്ല. അവനെ സേവിക്കുന്ന നീ ആരുടെയും മുമ്പിൽ തലകുനിഞ്ഞ് ലജ്ജിക്കാൻ അവൻ അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ജയാളിയായതുകൊണ്ട് അവനെ പിന്തുടരുന്നവരെയും ജയിപ്പിക്കുന്നവനാണ് അവൻ. അതുകൊണ്ട് ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിലകൊള്ള. ഈ ദിവസങ്ങൾ നിന്നെ ഒതുക്കിക്കളയുമെന്ന് ഏത് മണ്ഡലങ്ങളിൽ പിശാച് പറഞ്ഞാലും ഇന്ന് പകൽക്കാലം പിശാചിനോട് നീ പറയണം, പിശാചേ, നിന്നെയല്ല ഞാൻ സേവിക്കുന്നത് ജയിച്ച ഒരു ദൈവത്തെയാ. എനിക്ക് വേണ്ടി രേഖകളെ മാറ്റാൻ, എനിക്ക് വേണ്ടി രേഖകളെ തിരുത്താൻ, എനിക്ക് വേണ്ടി വഴികളെ തുറക്കാൻ അസാധ്യമെന്ന് ലോകം മുഴുവൻ എന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ, പൈശാചിക മണ്ഡലം എന്നെ നോക്കി കൊഞ്ഞനം കുത്തുമ്പോൾ, അതിന്റെ നടുവിൽ എന്നെ ജയിപ്പിക്കുന്ന, എന്നെ ഉറപ്പിക്കുന്ന, എന്നെ എഴുന്നേൽപ്പിക്കുന്ന, എന്നെ നടത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ അതിനു വേണ്ടി ആക്കി വെച്ചിരിക്കുകയാണ്. എത്ര വിലപ്പെട്ടവരാ നാം എന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം, ഞാനത് പ്രസംഗിക്കാനായിട്ട് എടുക്കുന്ന ഭാഗമല്ല, അവിടെ 15-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെയാണ് ആ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാ. ഈ തിരഞ്ഞെടുപ്പ് എന്നുള്ള പദം, പ്രൈസ് ദി ലോർഡ്, വളരെ ശ്രദ്ധേയമായ ഒരു പദമാണ് പ്രിയരെ. ആമേൻ. നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കണം, നമ്മളെത്ര വിലപ്പെട്ടവരാണെന്ന്. ആമേൻ. നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം തിരഞ്ഞെടുക്കാനായിട്ട്, ഒരു ഷർട്ട് തിരഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ ഒരു ചുരിദാർ തിരഞ്ഞെടുക്കാൻ നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറുമ്പോൾ അവിടെ അടുക്കി വെച്ചിരിക്കുന്നതും നിരത്തി വെച്ചിരിക്കുന്നതും ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നതുമായ എത്ര ഷർട്ടുകളാണ് നമ്മൾ എടുത്ത് നോക്കുന്നത്. തിരിച്ചും മറിച്ചും അങ്ങോട്ട് വിട്ട് ഇങ്ങോട്ട് വിട്ട് പലതും നോക്കിയിട്ട് അതിനിടയിൽ നിന്ന് നമ്മുടെ മനസ്സിന് ബോധിച്ചത്, നമ്മുടെ ഹൃദയത്തിന് താല്പര്യമുള്ളത് മാത്രം നമ്മൾ അതിനിടയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. 100 കണക്കിന് കിടക്കുന്ന ഷർട്ടുകളുടെ ഇടയിൽ, ചുരിദാറുകളുടെ ഇടയിൽ നമ്മുടെ മനസ്സിനും നമ്മുടെ ഹൃദയത്തിനും ബോധിച്ചത് മാത്രം നമ്മൾ തിരഞ്ഞെടുത്ത് പാക്ക് ചെയ്ത് ബില്ല് പേ ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരികയാണ്. ഇന്ന് പകൽക്കാലം യോഹന്നാൻ പറയുകയാ, അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തെന്ന്. ഈ കാൽഗറി പട്ടണത്തിൽ ആയിരക്കണക്കിന് പേർ നിരന്നു നിൽക്കുന്നൊരു നടുവിൽ നീ ആയിരുന്ന ദേശത്ത് ആയിരക്കണക്കിന് കുടുംബങ്ങൾ, നിന്നേക്കാൾ വിദ്യാസമ്പന്നർ, നിന്നേക്കാൾ ഏറ്റവും ഔന്നത്യം പറയാൻ പദവിയുള്ളവർ, നിന്നേക്കാൾ ഉന്നതമായ കുടുംബങ്ങളുടെ പേര് പറയാനുള്ളവർ പലരും നിരന്നു കിടക്കുന്നതിനിടയിൽ, അതിനിടയിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണിന് നിന്നെ പ്രസാദം തോന്നി, സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണിന് നീ കൊള്ളാമെന്ന് തോന്നിയിട്ട് പലരെയും തള്ളിക്കളഞ്ഞിട്ട്, പലരെയും കൊള്ളത്തില്ലെന്ന് വിചാരിച്ചിട്ട്, എന്റെ അപ്പൻ സ്വർഗത്തിലെ ദൈവം നിന്നെ അതിന്റെ നടുവിൽ നിന്ന് തന്റെ മകളാക്കി തെരഞ്ഞെടുത്തെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞാനും നീയും എത്ര വിലപിടിപ്പുള്ളവരാ. നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ വിലപിടിപ്പുള്ളവരാ. ലോകത്തിന് മുമ്പിൽ വിലയില്ലെങ്കിലും അത്യുന്നതനായ ദൈവത്തിന് മുമ്പിൽ നീ ഏറ്റവും വിലയേറിയവനായിട്ട് സ്വർഗം നിന്നെ തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുകയാ. എന്തിനു വേണ്ടി ആക്കി വെച്ചിരിക്കുന്നു? നീ പോയി ഈ ഫലം കായ്ക്കണം. ആ ഫലം പൊഴിഞ്ഞു പോകരുത്, ആ ഫലം നിന്നിൽ നിലനിൽക്കുകയും വേണം. ഇന്ന് പകൽ നമ്മളെ സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ഫലം കായ്ക്കുന്നവരാകണം, ആ ഫലത്തിൽ നിലനിൽക്കുന്നവരാകണം. ഇന്ന് പകൽക്കാലം പ്രിയരെ, നമ്മളൊരു മാവിന്റെ തൈ കുഴിച്ചു വെച്ചാൽ പോട്ടെ, അത് നാട്ടിലേക്കല്ല, ഇവിടെ ഒരു ആപ്പിളിന്റെ തൈ നിങ്ങൾ കുഴിച്ചു വെച്ചാൽ 2, 3, 4 വർഷം അതിന് വേണ്ട പരിചരണം കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട്. 3, 4, 5 കൊല്ലം കഴിയുമ്പോൾ അതിനകത്തു നിന്ന് എനിക്ക് കായ്ഫലം ഉണ്ടാക്കാൻ ഉള്ള വഴി ഒരുക്കപ്പെടും. അതിൽ നിന്ന് 2 ആപ്പിൾ പറിച്ച് തിന്നാനുള്ള അവസരം എനിക്ക് ഒരുക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയോടെ നാം അതിനെ നട്ട് വളർത്തി പരിചരിക്കുമ്പോൾ നിങ്ങൾ നോർത്ത്, അതിൽ നിന്ന് ആപ്പിൾ എന്ന ഫലം പുറപ്പെട്ടാലേ ആ വൃക്ഷം ആപ്പിളാണെന്ന് തെളിയിക്കപ്പെടത്തുള്ളൂ. അല്ലേ? കുഴിച്ചു വെച്ചത് ആപ്പിളിന്റെ തയ്യാ, ഉണ്ടാകുന്നത് മാങ്ങയാണെങ്കിൽ അത് ആപ്പിളാണെന്ന് പറയാൻ പറ്റുമോ? ഏത് തൈ കുഴിച്ചു വെച്ചോ അതിൻ്റെ ഫലം ഉളവായാലേ ആ വൃക്ഷം അതാണെന്ന് തെളിയിക്കപ്പെടത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുകയാ. എന്തിനാ കുഞ്ഞുങ്ങളെ? ദൈവത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ഇന്ന് പകൽക്കാലം ദൈവത്തിന് യോഗ്യമല്ലാത്ത ഫലമാണ് നമ്മിൽ നിന്ന് പുറത്തു വരുന്നതിൽ എങ്കിൽ ഇന്ന് പകൽക്കാലം സംതിങ് റോങ് ആണ്, എന്തോ അതിനകത്തൊരു പിശകുണ്ട് കേട്ടോ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ഫലം കായ്ക്കേണ്ടതിന് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. എവിടെ നീ ആയിരിക്കുന്ന ഏത് സിറ്റുവേഷനിലും, ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സൊസൈറ്റിയിൽ, നിന്നെ
നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ദേശത്ത്, നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ജോലി മേഖലയിൽ, നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷ മേഖലയിൽ, നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ഏത് സറൗണ്ടിങ്സിലും നീ ദൈവത്തിന് ഫലം പുറപ്പെടുന്നവരാകണം. ആമേൻ. ദൈവത്തിന്റെ സ്വഭാവം നമ്മിൽ കൂടെ വെളിപ്പെടുന്നവരായി മാറണം. അപ്പോഴേ നമ്മൾ ദൈവത്തിന്റെ വകയായി മാറത്തുള്ളൂ. പോട്ടെ, ആമേൻ. ഞാൻ ഈ ഭാഗത്ത് ഓടി വന്ന് എന്നെ ഏൽപ്പിച്ച ഒരു തിരുവെഴുത്ത് ഭാഗം വേഗത്തിൽ ഒന്ന് ഓർപ്പിച്ച് ആമേൻ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം വളരെ പരിചിതമാണ്. ദ ബുക്ക് ഓഫ് ഹബക്കൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 3. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. വളരെ സുപരിചിതമായൊരു തിരുവെഴുത്ത് ഭാഗം, പലപ്പോഴും പ്രാർത്ഥനകൾ ഉരുടുന്ന ഭാഗം, ഒത്തിരി ദൈവവചന സന്ദേശം കേട്ടിട്ടുള്ള ഒരു ഭാഗം. പ്രവാസത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനം, അടിമനുഖത്തിനകത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനം. ആ ജനം അങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകനോട് ആത്മാവ് പറയുന്നു, ഓടിപ്പോകുന്നവന് ഓടിച്ചു നോക്കുമ്പോഴും വായിക്കാൻ പാകത്തിൽ വലിയ അക്ഷരത്തിൽ നീ ഇതവിടെ എഴുതി വെക്കണം. ആമേൻ. ദർശനത്തിനൊരു അവധിയുണ്ട്, അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ഇന്ന് പകൽക്കാലം ആമേൻ ആ പ്രവാചകനാ ആമേൻ ദൈവം കൊടുത്തിയ തിരുവെഴുത്ത് അവിടെ എഴുതി വെച്ചു. പ്രവാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനം മുഴുവൻ അത് വായിച്ച് ഓടിപ്പോവുകയാ. ആമേൻ. എന്ന് വെച്ചാൽ നീ എന്നും അടിമനുഖത്തിനകത്ത് കുടുങ്ങി കിടക്കത്തില്ല. നിന്നെ തിരിച്ചു പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ. നീ ഒന്ന് രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ, നീ ഒന്ന് മടങ്ങി വന്ന് കഴിയുമ്പോൾ, നീ ഒന്ന് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ, അടിമനുഖത്തിൽ നിന്ന് നിന്നെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ദൈവം നിന്നോട് പറഞ്ഞ ദർശനത്തിന് ഇസ്രായേലേ, ദൈവം ഒരു സമാപ്തിയുടെ കാലം വച്ചിട്ടുണ്ട് എന്ന് അവരെ ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിച്ചിട്ട് ആമേൻ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുകയാ. ഇന്ന് പകൽക്കാലം പ്രിയരെ, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആമേൻ അവിടെ ഒരു കഥാപാത്രത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ പരിചിതമായ ഒരു കഥാപാത്രമാണ്. ആമേൻ. അവനുണ്ടായിരുന്ന ഒരു പ്രത്യേകതയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ആമേൻ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം ആമേൻ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യാക്കോബിന്റെ വംശപാര്യം എന്തെന്നാൽ ജോസഫിന് 17 വയസ്സായപ്പോൾ അവൻ തന്റെ സഹോദരന്മാരോടുകൂടി ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാധനായി തന്റെ അപ്പന്റെ ഭാര്യമാരായ ബിൽഹയുടെയും സിൽപ്പയുടെയും പുത്രന്മാരോട് കൂടെ ഇരുന്നു. അവരെ കുറിച്ചുള്ള ദുശ്രുതി ജോസഫ് അപ്പനോട് വന്ന് പറഞ്ഞു. നോക്കണേ, ആമേൻ 17 വയസ്സ് പ്രായമുള്ള ആമേൻ യൗവനക്കാരനായിരിക്കുന്ന ജോസഫ് അവന്റെ സഹോദരന്മാരോടുകൂടെ വളർന്നു വരുമ്പോൾ അവന്റെ ചേട്ടന്മാർ പലരും ആമേൻ അവരുടെ ജീവിതചര്യകൾക്കകത്ത് ചെയ്തു കൂട്ടുന്നത് ആമേൻ ആമേൻ ഒരു ദൈവ പൈതലിന് യോഗ്യമല്ലാത്ത കാര്യങ്ങളാണ്. ആ കുടുംബത്തിന്റെ സംസ്കാരത്തിന് ചേരാത്ത കാര്യങ്ങളാണ്. അവരുടെ അപ്പന്റെ ദൈവത്തിന്റെ നിയമാവലിക്ക് ചേരാത്ത കാര്യങ്ങളാണ് അവന്റെ ജ്യേഷ്ഠ സഹോദരന്മാർ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അവരോട് ചേർന്ന് നിന്ന് അവരുടെ ഒപ്പം കൂടിയിട്ട് അവർ കൊത്താശ പാടുകയല്ലായിരുന്നു ജോസഫ് ചെയ്തത്. പ്രത്യുത ആമേൻ അവർ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളെയും അപ്പന്റെ മുമ്പിൽ വന്നപ്പോ ആമേൻ അവരുടെ മുഴുവൻ കയ്യിലിരിപ്പ് ഇതാണ്, അവരിതാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് പറയുന്ന ഒരു സ്വഭാവമായിരുന്നു ജോസഫിൻ്റെത്. ഇന്ന് പകൽക്കാലം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതല് ലോകം ഏത് നിലവാരങ്ങളിൽ എതിലെല്ലാം ആടിത്തിമർത്തുന്നു വന്നാലും സ്വർഗം നമുക്കൊരു നിയോഗം നൽകിയിട്ടുണ്ട്, നമ്മുടെ അകത്തൊരു ദർശനം നൽകിയിട്ടുണ്ട്, നമുക്കൊരു വേർപാടിന്റെ ഉപദേശം നൽകിയിട്ടുണ്ട്, നമുക്കൊരു ദൈവകൃപയുടെ ആമേൻ ഉപദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് പകൽ ആമേൻ ചേരുന്ന എല്ലാവരോടും കൂടെ ചേർന്ന് പോകാനല്ല, ആമേൻ ഒഴിവാകേണ്ടിടത്ത് ഒഴിവായി, നോ പറയേണ്ടവരോട് നോ പറഞ്ഞ വേണ്ടാത്ത അനുഭവങ്ങൾക്കകത്തും ചേർന്ന് നിൽക്കാതെ ദൈവകൃപയെ കാത്തുകൊണ്ട് വിശുദ്ധിയുടെ നിലവാരം കാക്കാൻ ദൈവം നമ്മളെ നിയമിച്ചാക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാലപ്പഴക്കത്തിനകത്ത് പലതും ഇന്ന് കൈമോശം വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രമാണത്തിനൊരിക്കലും അയവുണ്ടായിട്ടില്ല കേട്ടോ. വചനം വചനമാണ്, ദൈവം വിശുദ്ധനാണ്, അവൻ ഒരിക്കൽ അരുളി ചെയ്തത് അങ്ങനെ തന്നെയാണ് എന്നേക്കും. അവിടെ ഇന്ന് പകൽക്കാലം കാനഡയിലായിരിക്കുന്നത് കൊണ്ട്, കാൽഗറിയിലായിരിക്കുന്നത് കൊണ്ട് എങ്ങനെയും ആകാം എന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മളൊരു സെപ്പറേറ്റഡ് ഗ്രൂപ്പാണ്. ആമേൻ. ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി വേർതിരിയപ്പെട്ട ഒരു ഗ്രൂപ്പാണ് നമ്മൾ. ഇന്ന് പകൽക്കാലം ദൈവഹിതമല്ലാത്ത ഒന്നിനോടും ആമേൻ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകരുത്. പ്രിയപ്പെട്ടവരെ, വില കൊടുത്തു ദൈവത്തിന് വേണ്ടി നിന്നാൽ നാളുകളിൽ നമ്മുടെ തലമുറകളെ മേലെ മാന്യതകളെ വെളിപ്പെടുത്തും. ഞാനിത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അല്പം വേദന
വേദനയോടെ പറയുന്നത്. ഞാൻ ഈ ടൊറന്റോ പട്ടണത്തിൽ പല ചർച്ചകളിലും ശുശ്രൂഷിപ്പാനിടയായി. ഒത്തിരി മാതാപിതാക്കൾ വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്തേക്ക് ചേക്കേറിയവർ ഒത്തിരി വേദനയോടെ കണ്ണുനീരോടെ പ്രാർത്ഥനയ്ക്കായിട്ട് എൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞ ഒരു വേദനാജനകമായ ഒന്നും രണ്ടുമല്ല പല മാതാപിതാക്കൾ എൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞൊരു കാര്യമാണ്, പാസ്റ്ററേ മോനും 42 വയസ്സായി, മോൾക്ക് 39 വയസ്സായി, കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ എത്രയെല്ലാം ഉപദേശിച്ചിട്ടും കേൾക്കുന്നില്ല. അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞ മാതാപിതാക്കൾ ഒന്നും രണ്ടും അല്ല പ്രിയപ്പെട്ടവരെ. ധാരാളം മാതാപിതാക്കൾ കണ്ണുനീരോടെ, സങ്കടത്തോടെ, വേദനയോടെ, നൊമ്പരത്തോടെ തലമുറകളുടെ ഇങ്ങനെയുള്ള അവസ്ഥകളെ കുറിച്ച് പങ്കുവെക്കുമ്പോൾ അറിയാതെ ഹൃദയത്തിനകത്ത് ഒരു വിങ്ങൽ തോന്നാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ആ കാര്യങ്ങളുടെ ചുവട് പിടിച്ച് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന തലമുറകൾക്ക് മുമ്പാകെ യോഗ്യമായി നാം ജീവിച്ച് കാണിക്കണം. വേർപാടിന്റെ നിയോഗത്തിനകത്ത് ജീവിച്ച് കാണിക്കണം. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു കൊടുത്തു കേൾക്കുന്നതിനേക്കാൾ നമ്മുടെ ജീവിതം വായിക്കുന്ന തലമുറകൾ നമ്മുടെ വീട്ടിലുണ്ടെന്ന് മറക്കരുത്. നാം എന്തു ചെയ്യുന്നെന്ന്, നാം എങ്ങനെ ചെയ്യുന്നെന്ന്, നാം എന്തു പ്രവർത്തിക്കുന്നെന്ന്, നാം എങ്ങനെ സംസാരിക്കുന്നെന്ന്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ടെന്ന്, നമ്മുടെ വേർപാടിന്റെ ജീവിതം എങ്ങനെയുണ്ടെന്ന് കീനായി വാച്ച് ചെയ്യുന്ന, വായിച്ചെടുക്കുന്ന ഒരു തലമുറ നിന്റെ വീടിനകത്തുണ്ട്. ഇന്ന് പകൽക്കാലം അവരുടെ മുമ്പിൽ യോഗ്യമായും മാതൃകാപരമായും ഒരു പ്രാർത്ഥനാ ജീവിതം ചെയ്ത്, വിശുദ്ധ ജീവിതം ചെയ്ത് ദൈവകൃപയിൽ നിലകൊണ്ടാൽ നാളെ നിന്റെ തലമുറകളെ കുറിച്ച് കരയേണ്ടി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം, ഞാനൊരു ഗസ്റ്റ് മാസ്റ്ററാണ്. സാധാരണ ഗസ്റ്റ് മാസ്റ്റർമാർ വന്നാൽ ഇങ്ങനെയൊന്നും പറയത്തില്ലല്ലേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇഷ്ടപ്പെടുത്തുന്നതും സൂചിപ്പിക്കുന്നതുമായ മെസ്സേജുകൾ ധാരാളം പറയാനുണ്ട്. 10-25 വർഷം കൊണ്ട് സഭാശുശ്രൂഷ ചെയ്യുന്ന ആളല്ലേ. പക്ഷേ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച നിയോഗം ദൈവസഭയോട് കൈമാറേണ്ടതുണ്ട്. ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ ദേശത്തെക്കുറിച്ച് നൽകിയൊരു വ്യക്തമായ വെളിപ്പാട് ഈ ദൈവസഭയോടും കൈമാറിയിട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദേശത്തിന് നടുവിൽ, കാൽഗറി പട്ടണത്തിന് നടുവിൽ ദൈവസഭകളെ വളർച്ചയ്ക്കെതിരെ ശക്തമായി വാതുകെട്ട് നിൽക്കുന്ന ചില ആഭിചാര മണ്ഡലങ്ങളുണ്ട്, ചില ബ്ലാക്ക് മാജിക്കുകൾ പോലുള്ള പദ്ധതികൾ. ഈ കാൽഗറി പട്ടണത്തിനകത്ത് ദൈവപ്രവൃത്തിക്ക് വിരോധമായി ഈ ദിവസങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുന്നുവെന്ന് സഭ തിരിച്ചറിയണം. ദൈവസഭകളെ ചിഹ്നിപ്പിച്ച് കളയുവാൻ, ദൈവസഭകളെ ഭിന്നിപ്പിച്ച് കളയുവാൻ, വിശ്വാസികളെ തമ്മിലുള്ള ഐക്യതയെ കെടുത്തി കളയാൻ, അഭിഷക്തൻ ദൈവദാസന്മാർ ദൈവമക്കൾ തമ്മിലുള്ള ബന്ധത്തെ ഇല്ലായ്മ ചെയ്ത് ദൈവസഭയ്ക്ക് അതിരുവെച്ച് ഇതിനപ്പുറം പോകത്തില്ലെന്നും, ഇതിനപ്പുറം ആരാധന ഉയരത്തില്ലെന്നും, ഇത് ഞങ്ങളുടേതാണെന്നും, ഈ ദേശം ഞങ്ങളുടെ അധികാരത്തിൽപ്പെട്ടതാണെന്നും ഈ ദേശത്തെ നടുവിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഈ ദിവസങ്ങൾ അഴിച്ചുവിടുന്ന ചില ആഭിചാര മണ്ഡലങ്ങൾ രാത്രിയുടെ യാമങ്ങൾ പ്രത്യേകമായ നിലവാരങ്ങളിലുള്ള പ്രാർത്ഥനകൾ സജ്ജമാക്കിക്കൊണ്ട് ബ്ലാക്ക് മാജിക് പോലുള്ള ഈ അനുഭവങ്ങൾക്കകത്തൂടെ ഈ കാൽഗറി പട്ടണത്തിനകത്ത് ദൈവപ്രവൃത്തിയെ ഇല്ലായ്മ ചെയ്യുവാൻ, ഇവിടെയുള്ള ദൈവസഭകളെ കലക്കിക്കളയാൻ ഈ ദിവസങ്ങളിൽ വ്യാപരിച്ചെഴുന്നേൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾക്ക് നേരെ ദൈവസഭ ജാഗ്രതയോടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുണരാൻ ആ നിയോഗം ഇവിടെയുള്ള ദൈവസഭയ്ക്ക് ഞാൻ കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ദിവസങ്ങളിൽ എന്നും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാർത്തും പ്രാർത്ഥിച്ചു പോകരുത് കുഞ്ഞുങ്ങളെ. സഭയ്ക്ക് വേണ്ടി, ദേശത്തിന്റെ വിടുതലിന് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, അതിനാ കേരളത്തിൽ കിടന്ന് നിങ്ങളെയൊക്കെ ദൈവം ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടി, ഈ പട്ടണത്തിന്റെ വിടുതലിന് വേണ്ടി ഇവിടെ വ്യാപരിക്കുന്ന ദുരാത്മമണ്ഡലങ്ങളെ തകർത്ത് ഒരു ദൈവപ്രവൃത്തിയുടെ മഹത്വം ഈ രാജ്യത്ത് ദൈവത്തിന്റെ ആത്മാവിൽ വെളിപ്പെടുത്തുവാൻ ഒരു കാലത്ത് സുവിശേഷത്തിന്റെ വെന്നുക്കൊടി ഉയർന്നു നിന്ന ഈ കാനഡയുടെ മണ്ണിൽ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നന്മകൾ ഒഴുകിയ ഈ മണ്ണിൽ അതിന് ആത്മീയതയെ തിരിച്ചു പിടിക്കുവാൻ, അഭിഷേകത്തെ തിരിച്ചു പിടിക്കുവാൻ, ദൈവപ്രവൃത്തിയെ തിരിച്ചു പിടിക്കുവാൻ നിങ്ങളെ ദൈവം ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കേവലം ഡോളറിന് വേണ്ടി മാത്രം ഓടി അലഞ്ഞു നടക്കാതെ ഒരു ദൈവപ്രവൃത്തിയുടെ നിയോഗത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി കരയാൻ സ്വർഗം നിങ്ങളെ ഇന്ന് പകൽക്കാലം ആ വലിയ ഭാരം ചുമതലപ്പെടുത്തുകയാണ്. ഇത് പറഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോകും. ഇന്ന് പകൽക്കാലം എന്നോട് ദൈവം പറയാൻ പറഞ്ഞത് കൈമാറുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ ഒരു ആത്മതലത്തെ തിരിച്ചറിഞ്ഞിട്ട് ഗൗരവത്തോടെ ഈ വിഷയം ദൈവസഭ പ്രാർത്ഥിച്ചുകൊള്ളുവാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. പോട്ടെ, ജോസഫ് സഹോദരന്മാരുടെ നടുവിൽ വ്യത്യസ്തനായിരുന്നു. അവൻ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവരെ കുറിച്ചുള്ള ദുർവർത്തനമെല്ലാം പറഞ്ഞു. എന്നാൽ വാർദ്ധക്യത്തിൽ ജനിച്ച മകനായതുകൊണ്ട് അവനെ ഒത്തിരി സ്നേഹിച്ച അവൻ്റെ അപ്പൻ. അങ്ങനെ ഒരു പ്രത്യേകമായ വാത്സല്യം ഈ തലമുറയുടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അവൻ്റെ ജ്യേഷ്ഠന്മാർക്കെല്ലാം അവനോട് തികഞ്ഞ അസൂയായിരുന്നു. അതിനിടയിലാണ് ഒരു വിശേഷപ്പെട്ട കുപ്പായം, ഒരു വിശേഷപ്പെട്ടമായ വസ്ത്രം
അവൻ്റെ അപ്പൻ അവന് തയ്ച്ചു കൊടുക്കുന്നത്. അതോടെയായപ്പോൾ അവരുടെ അസൂയ ഇരട്ടിച്ചു. അങ്ങനെ വല്ലാത്ത അസൂയയിൽ സഹോദരനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവൻ ഒരു ദിവസം അവനൊരു സ്വപ്നം കാണുകയാ, അവനൊരു ദർശനം കാണുകയാ. എന്താ ദർശനം? അവനെ കൊയ്യേണ്ടതിന്, കറ്റകൾ കൊയ്യേണ്ടതിന് ആയിരിക്കുന്ന സമയത്ത് അവന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു. 11 കറ്റകൾ അവന്റെ കറ്റയെ വീണ് നമസ്കരിക്കുന്നു. ആ സ്വപ്നം കിട്ടിയപ്പോൾ പാവം പിടിച്ചവൻ, യാതൊരു ദുരുദ്ദേശവും ഹൃദയത്തില്ലാത്ത നിഷ്കളങ്കനായ ജോസഫ് അച്ചാച്ചന്മാരോട് പറഞ്ഞു, അച്ചാച്ചന്മാരെ, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അത് കേട്ടപ്പോഴേ വ്യാഖ്യാനം ആവശ്യമില്ലാതെ അവർക്ക് കാര്യം മനസ്സിലായി. ജ്യേഷ്ഠന്മാരായിരിക്കുന്ന ഞങ്ങൾ ഇളയവനായ അവന്റെ മുമ്പിൽ കുമ്പിടുമെന്നാണ് കണ്ട ദർശനത്തിന്റെ അർത്ഥം. ഒരിക്കൽ പോലും അന്നത്തെ കാലഘട്ടത്തിൽ സംഭവ്യമല്ല. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാടിന്റെ സ്ഥിതി അനുസരിച്ചും നിലവാരമനുസരിച്ചും സാധാരണ ആ വീട്ടിലെ കുടുംബം എന്ന് പറയുന്നത് ഇളയ മക്കൾക്കാണ് അവകാശമായി വരുന്നത്. എന്നാൽ അന്നത്തെ കാലഘട്ടം അങ്ങനെയല്ല. ജ്യേഷ്ഠാവകാശം ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാലഘട്ടമാണ്. ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് അപ്പന് തുല്യനായി ദേശത്ത് അംഗീകരിക്കപ്പെടുന്നവനാ, കുടുംബത്തിൽ അംഗീകരിക്കപ്പെടുന്നവനാ. അതുകൊണ്ട് കുടുംബത്തിന്റെ എല്ലാത്തിൻ്റെയും ഏറ്റവും ശ്രേഷ്ഠമായ അധികാരിയും അവകാശിയും അവിടുത്തെ ജ്യേഷ്ഠ മകനാണ് അവൻ. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ ജോസഫ് ഒരു സ്വപ്നം കാണുന്നു. അവന്റെ ജ്യേഷ്ഠന്മാർ മുഴുവൻ അവനെ വീണ് നമസ്കരിക്കുന്ന ഒരു കാഴ്ച. അത് കേട്ടപ്പോൾ തന്നെ അവരുടെ അകം വല്ലാത്ത അങ്കലാപ്പിലായി. അത് അടുത്ത ദിവസം അടുത്തൊരു ദർശനം അതേ ജോസഫിന് ദൈവം കൊടുക്കുന്നു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അവനെ വീണ് നമസ്കരിക്കുന്ന ഒരു ദർശനം. ഇതോടെ അവൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ അപ്പന്റെ ഉള്ളം പോലും നടുങ്ങിപ്പോയി. എന്നാൽ അവിടെ ഒരു തിരുവചന ഭാഗത്തിനകത്ത് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 11-ാമത്തെ വാക്യം ഇങ്ങനെയാ, 37 അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്കുകളെ മനസ്സിൽ സംഗ്രഹിച്ചു. കാരണം എന്നാ, അപ്പനായ യാക്കോബിന് അറിയാം, അവൻ ഒരിക്കൽ യാബോക്കിന്റെ കടൽത്തീരത്ത് വെച്ച് ഹല്ലേലൂയ താൻ ഇങ്ങനെ ഒരു അനുഭവം പ്രാപിച്ചെടുത്തവനാണ്. ദൈവിക ദർശനം കണ്ടവനാണ്. സ്വർഗത്തോളം എത്തുന്ന ഗോവണിയും അതിൽ കൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതൊക്കെ കണ്ട വെളിപ്പാടുണ്ടായിരുന്ന അപ്പന് മനസ്സിലായി, ഇത് സംതിങ് സ്പെഷ്യലാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞതിനെ അവന്റെ അപ്പൻ മനസ്സിനകത്ത് കോറി കുറിച്ചിട്ടു. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നടപ്പിലാക്കപ്പെടുമെന്ന് അപ്പന് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ കാലങ്ങൾ മുൻപോട്ട് പോയി. ഒരു ദിവസം 17 വയസ്സുള്ള പ്രായമായിരിക്കുന്ന ഈ ചെറുക്കനോട് അവന്റെ അപ്പൻ പറഞ്ഞു, മോനെ, നിന്റെ ജ്യേഷ്ഠന്മാർ ആടിനെ തീറ്റിക്കൊണ്ട് വനാന്തരങ്ങളിൽ നടക്കുകയാ. ഒത്തിരി ദിവസമായി നല്ല ഫുഡ് കഴിച്ചിട്ട്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അല്പം പലഹാരമൊക്കെ ഉണ്ടാക്കി തരാം, നീ അവരെ പോയി അവരുടെ ക്ഷേമം അന്വേഷിച്ചിട്ട് വാ. അങ്ങനെ അപ്പന്റെ ആജ്ഞയനുസരിച്ച് അവർക്ക് വേണ്ടിയുള്ള പലഹാരങ്ങളുമൊക്കെ ആയിട്ട് അവരെ തേടി പോവുകയാ. ഒത്തിരി ദേശത്തൂടെ അലഞ്ഞ് അവർ അവസാനമുള്ള സ്ഥലത്ത് അവൻ കടന്നു ചെല്ലുകയാ. ദൂരമേ അവനെ കണ്ടപ്പോ, അവന്റെ കുപ്പായം കണ്ടപ്പോ ചേട്ടന്മാർക്ക് മനസ്സിലായി ഈ വരുന്നത് സ്വപ്നക്കാരനാ. അവർ പെട്ടെന്ന് അവിടെ നിന്നൊരു കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു, ഇന്നുകൊണ്ട് അവനെ തീർക്കണം, അവൻ്റെ സ്വപ്നത്തെ തീർക്കണം. ഇനി അവൻ ജീവനോടെ തിരിച്ചു പോയിക്കൂടാ. അവൻ്റെ സ്വപ്നം എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ. അങ്ങനെ അവർ പദ്ധതി ഒരുക്കുമ്പോൾ രൂബേൻ വന്ന് പറഞ്ഞു, വേണ്ട, അവൻ നമ്മുടെ ചോരയാ, കൊന്നുകളയരുത്. അവൻ കൊലപാതക കുറ്റം നമ്മുടെ മേൽ വരും. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഇവിടെ കിടന്ന് പൊട്ടക്കുഴിയിലേക്ക് അവനെ വലിച്ചെറിയാം. അങ്ങനെ അവൻ വന്നപ്പോൾ അവൻ്റെ കയ്യിലെ പലഹാരം വാങ്ങി അവൻ്റെ അപ്പം കൊടുത്ത വസ്ത്രവും വലിച്ചൂരിയിട്ട് അവനെ നിർദാക്ഷിണ്യം ആ പൊട്ടക്കിണറ്റിനകത്തേക്ക് വലിച്ചെറിഞ്ഞു. അതിനകത്ത് കിടന്നുകൊണ്ട് അയ്യോ അച്ചാച്ചന്മാരെ എന്ന് അവൻ അയ്യം വിളിക്കുമ്പോൾ കേൾക്കാൻ അവർക്കാർക്ക് ഘാതുകളില്ലായിരുന്നു. അവിടെ കിടന്ന് ചാകട്ടെന്നവർ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂരമേ ചില കച്ചവടക്കാർ വരികയാണ്. കച്ചവടക്കാരെ കണ്ടപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ദാണ്ട കച്ചവടക്കാർ വരുന്നുണ്ട്, അവിടെ കിടന്ന് ചത്താൽ നമുക്കൊരു പ്രയോജനവുമില്ല, വലിച്ചു കയറി അവനെ വിറ്റ് കളയാം, അവനൊരു അടിമയായിട്ട് വിറ്റ് അവനെ നമുക്ക് ഒഴിവാക്കി കളയാമെന്ന് തീരുമാനിച്ചു. അവർ ഒരുമിച്ച് അവനെ വലിച്ചു കയറ്റി കച്ചവടക്കാരുമായിട്ട് അവനൊരു വില പറഞ്ഞൊപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ദർശനമുള്ള, നിയോഗമുള്ള, അഭിഷേകമുള്ള, ദൈവഹിതമുള്ള ജോസഫിന് ചേട്ടന്മാരെല്ലാം കൂടെ ഇട്ടയൊരു വിലയുണ്ട്. 20 വെള്ളിക്കാശ് ബാർഗെയിൻ ചെയ്ത് 20 വെള്ളിക്കാശ് സ്വന്തം അനിയന് വിലയിട്ടിട്ട് ജ്യേഷ്ഠന്മാരെല്ലാം കൂടെ അവനെ അടിമയായിട്ട് ആ കച്ചവടക്കാരുടെ കയ്യിൽ വിറ്റ് കളഞ്ഞു. വലിച്ചിഴച്ചുകൊണ്ട് അവനെയും കൊണ്ടുപോയി ഒരു കച്ചവട ചന്തയിൽ കൊണ്ട് നിർത്തി. അടിമച്ചന്തയിൽ കൊണ്ട് നിർത്തിയപ്പോൾ പൊത്തിപ്പേർ വന്നു. അവര് പറഞ്ഞ വില കൊടുത്ത് പൊത്തിപ്പേർ അവനെ വാങ്ങി വീടിനകത്ത് കൊണ്ടുവന്ന് പരിചാരകരോടൊപ്പം വീടിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതിന് അവനെ കൊണ്ട് അവനെ വീട്ടിലാക്കി വെച്ചു. ഞാൻ ഈ ചരിത്രം മുഴുവൻ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അവൻ ഓടിച്ചു പറഞ്ഞു പോകുന്നത്.
ആമേൻ. അവിടെ നിന്ന് നമുക്കറിയാം ആ വീടിനകത്ത് അവൻ ചെന്നത് മുതൽ അവിടെ ഒരു വാചകം എഴുതിയിട്ടുണ്ട്. ആമേൻ. പൊത്തിപ്പേറിന്റെ വീടിനകത്ത് എന്ന് ജോസഫ് കാലുകുത്തിയോ അന്നു മുതൽ അവന്റെ വീടിന്മേൽ ഒരനുഗ്രഹം ദൈവം പകരാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം നിയോഗമുള്ളവൻ, ദർശനമുള്ളവൻ, അഭിഷേകമുള്ളവൻ, ദൈവശക്തിയുള്ളവൻ, ദൈവകൃപയുള്ളവൻ കാലുകുത്തുന്നിടം അനുഗ്രഹിക്കപ്പെടും കേട്ടോ. ഇന്ന് പകൽക്കാലം ആമേൻ അഭിഷക്തന്മാരെ അവൻ ചേർത്ത് പറയട്ടെ. ആമേൻ. സാധാരണ കാലുകളല്ല നമ്മുടെ നമ്മുടെ കാലുകളെ സ്വർഗം വിശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൽപാദം ചവിട്ടുന്ന ഇടത്ത് ദൈവം അനുഗ്രഹം ചൊരിയും. അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ എല്ലാ ദിവസവും കുടുംബമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, ഞങ്ങൾ ഏത് വീട്ടിൽ കാലുകുത്തിയാലും അത് നിമിത്തം ഒരു അനുഗ്രഹം അവർക്കുണ്ടാകണം. ഞങ്ങളൊരു വ്യക്തിക്ക് കൈ കൊടുത്താൽ അവർ അത് നിമിത്തം അനുഗ്രഹിക്കപ്പെടണം. ഇതൊന്നും ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, അവിടെയുള്ള എത്രയോ കുടുംബങ്ങൾ, ഞങ്ങളുടെ വിശ്വാസികളല്ലാത്ത എത്രയോ കുടുംബങ്ങൾ, എത്രയോ സാമുദായിക ബന്ധങ്ങൾ ഇന്നും കിടക്കുന്നവർ, കൂടുതലുള്ളവർ തമ്മിൽ പലരോടും പറയാറുണ്ട്, എന്നാലും ആ പാസ്റ്റർ ആൻറ്റി ഞങ്ങളുടെ വീട്ടിൽ കയറിയ പിന്നെ ഞങ്ങൾക്കൊരു പ്രത്യേകമായ സമാധാനമാണ്. ഇന്ന് പകൽക്കാലം ഞാനിത് പറഞ്ഞത് എന്നെ തന്നെ ബോസ്റ്റ് ചെയ്യാൻ പറഞ്ഞതല്ല. ഇന്ന് പകൽക്കാലം ഏതൊരു അഭിഷക്തനിലും ദൈവം കൈമാറിയിരിക്കുന്ന ഒരു അധികാരമാണത്. ഇന്ന് പകൽക്കാലം ദൈവജനത്തിന്മേൽ പകരപ്പെട്ട അഭിഷേകമാ. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ഒരുക്കുന്ന വ്യാപരിക്കുന്ന ഈ അഭിഷേകം അത് ശാപത്തിന്റെ അഭിഷേകമല്ല, അത് അനുഗ്രഹത്തിന്റെ അഭിഷേകമാണ്, അത് ഐക്യതയുടെ അഭിഷേകമാണ്, അത് ദൈവകൃപയുടെ അഭിഷേകമാണ്, അത് അനുഗ്രഹിക്കപ്പെടുന്ന അഭിഷേകമാണ്. അഭിഷേകത്തെക്കുറിച്ച് അത്രയും പറഞ്ഞു വന്നപ്പോൾ ചേർത്ത് നിർത്തി ഒന്നുകൂടെ പറഞ്ഞു പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകം ഒരു പ്രത്യേകതയുണ്ട്. അത് സ്നേഹത്തിൻ്റെ അഭിഷേകമാണ്, അത് ചേർച്ചയുടെ അഭിഷേകമാണ്, യോജിപ്പിൻ്റെ അഭിഷേകമാണ്, അത് ദൈവകൃപയുടെ വർധനവിൻ്റെ അഭിഷേകമാണ്. എന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, അതിന് വിപരീതമായി വ്യാപരിക്കുന്ന ഒന്നും പരിശുദ്ധാത്മാവിൻ്റേതല്ല. പരിശുദ്ധാത്മാവ് ഭിന്നിപ്പിക്കുന്ന ആത്മാവല്ല, കൈപ്പളവാക്കുന്ന ആത്മാവല്ല, പരസ്പരം ചെളിവാരിയെറിയുന്ന ആത്മാവല്ല. ഇന്ന് പകൽക്കാലം ഒരഭിഷക്തനെ ഈ ദൈവസഭയ്ക്ക് ദൈവം അഭിഷേകത്തോടെ ആക്കി വെച്ചിരിക്കുമ്പോൾ നിന്നിൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകം ആ അഭിഷക്തന് കീഴടങ്ങുന്ന അഭിഷേകമാണ്. ഒരഭിഷക്തനെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ കീഴിൽ ഒരുമിച്ച് നിൽക്കുന്ന ഈ അഭിഷേകം, ആ ഒരുമിപ്പിന് വിപരീതമായിട്ട് അന്യായമായ ചിന്തകളോ ആലോചനകളുമായിട്ട് ആര് കയറിയാലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവല്ല. ദൈവമാക്കി വെച്ച ദൈവസഭ ഇത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഈ ശരീരത്തിനകത്തെ അവയവങ്ങളായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു. എന്ന പകൽ പ്രിയരെ, ഇതൊന്നും എൻ്റെ മെസ്സേജ് വരേണ്ട കാര്യമല്ല, പക്ഷെ പരിശുദ്ധാത്മാവിനെ നാവിൽ തരികയാ. ഇന്ന് പകൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ, തല മുതൽ പാദം വരെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ, ഈ അവയവങ്ങൾ നമ്മളുണ്ടായത് മുതൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെങ്കിലും ഈ അവയവങ്ങൾ തമ്മിൽ മത്സരിച്ചിട്ടുണ്ടോ? കൈയും കാലൂടെ മത്സരിച്ചിട്ടുണ്ടോ? കണ്ണും ചെവിയുടെ മത്സരിച്ചിട്ടുണ്ടോ? നാക്കും മൂക്കോടെ മത്സരിച്ചിട്ടുണ്ടോ? ഉണ്ടായത് മുതൽ ഇന്ന് വരെ ചെവിയുടെ പണി ചെയ്യുന്നു, കണ്ണിൻ്റെ പണി ചെയ്യുന്നു, കൈയുടെ പണി ചെയ്യുന്നു, കാലിൻ്റെ പണി ചെയ്യുന്നു. ശരീരത്തിനകത്തെ ഓരോ അവയവത്തെയും ദൈവം എന്തിനാക്കി വെച്ചിരിക്കുന്നുവോ അതാതിൻ്റെ പണി ചെയ്യുന്നു. കണ്ണ് പണി ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ പണി ചെയ്യാമെന്ന് കൈ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാല് പണി ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ പണി ചെയ്യാമെന്ന് ചെവി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ ഈ സഭയാം ശരീരത്തിൻ്റെ അവയവമാക്കി മാറ്റി വെച്ചിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവപൈതലേ, ആരെന്തു ചെയ്യുന്നു എന്നുള്ളത് നിന്നെ ബാധിക്കുന്ന വിഷയമല്ല. ആര് ചെയ്താലും ആര് ചെയ്തില്ലെങ്കിലും എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതാണ് ക്രിസ്തു എന്ന തലയുടെ ശരീരമായിരിക്കുന്ന സഭയുടെ അവയവമാക്കി വെച്ചിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കുള്ള ഉത്തരവാദിത്വം. ഇന്ന് പകൽ മറക്കരുത്, വെറുതെ നിഷ്ക്രിയരായിരിക്കാൻ ഇവിടെ ആരെയും ദൈവമാക്കി വെച്ചിട്ടില്ല. ഈ സഭയുടെ ഭാഗമാണെങ്കിൽ കുഞ്ഞ്, നീ ശരീരത്തിന്റെ അവയവമാ. എല്ലാ അവയവത്തിനും പണിയുണ്ട്. ഓരോ അവയവവും വെറുതെ ഇരിക്കത്തില്ല. ഈ ശരീരത്തിലെ മുഴുവൻ അവയവത്തിനും പണിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സഭയിലെ ഓരോ വ്യക്തിക്കും ദൈവം ഓരോ ഡ്യൂട്ടി തന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ എന്തിനു വേണ്ടി ആക്കി വെച്ചിരിക്കുന്നു
കടന്നുവന്നു. തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട് മത്സരിക്കാതെ, ഭിന്നിക്കാതെ, കൈപ്പാകാതെ, അവൻ ആരോടും മറുത്തു പറയാതെ ആത്മാവിൽ ഐക്യതയോടെ നിന്ന് ദൈവപ്രവൃത്തിയുടെ മഹത്വം വെളിപ്പെടുത്താൻ ഈ പട്ടണത്തിന് നടുവിൽ ദൈവസഭയുടെ ഭാഗമായി ഞാൻ എന്നും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതിനാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ചേർത്ത് പറയാം, കുടുംബജീവിതത്തിലാകട്ടെ സഭാതലത്തിലാകട്ടെ ബന്ധങ്ങളെ ചിഹ്നിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവിന് അങ്ങനെ ഒരു പണിയില്ല. വിള്ളലുകളെ ചേർത്ത് വെക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. വിടവുകളെ ചേർത്ത് അടയ്ക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ആമേൻ. പിരിഞ്ഞു പോകുന്നതിനെ പിടിച്ചു ചേർത്ത് വയ്ക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് പകൽക്കാലം ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ധർമ്മം, ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അതല്ലാത്ത ഒരാലോചനയുമായി നിന്നെ ആരെങ്കിലും ഫോൺ വിളിച്ചാൽ, അതല്ലാത്ത ഒരു കാര്യവുമായി കിന്നാരം പറയാൻ ആര് വന്നാലും, ആമേൻ, ആത്മാവിൽ അവയോട് നോ പറയാൻ അഭിഷേകത്തിൻ്റെ പ്രാഗൽഭ്യം അകത്ത് സൂക്ഷിക്കേണ്ടതിനാ സ്വർഗ്ഗം നിന്നെ ആത്മാവിനാൽ അഭിഷേകം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. പൊട്ട ഇടയ്ക്ക് കയറി വന്നുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാ കേട്ടോ. ആമേൻ. ഇവിടെ അഭിഷേകമുള്ള, നിയോഗമുള്ള, ദർശനമുള്ള ജോസഫ് ചെന്നത് നിമിത്തം പൊത്തിപ്പേറിന്റെ വീടിന് അനുഗ്രഹമായി. അവൻ അത് തിരിച്ചറിഞ്ഞു. ഇന്ന് പകൽക്കാലം ആരും അറിയാത്തതല്ല. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, അഭിഷേകമുള്ളവൻ കയറി നിൽക്കുന്നിടത്ത് വ്യാപരിക്കുന്ന ഈ അനുഗ്രഹം അതറിയേണ്ടവൻ അറിയും. ആ രീതിയിൽ അടയാളത്തോടെ ദൈവം അതൊരു അനുഗ്രഹമാക്കി മാറ്റുന്നവനാണ്. അങ്ങനെ അവൻ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ വീടിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം മുഴുവൻ ജോസഫിന്റെ പക്കലേക്ക് പൊത്തിപ്പേർ വിട്ടുകൊടുത്തു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം, ആമേൻ, ആ പൊത്തിപ്പേരിന്റെ ഭാര്യ, ആമേൻ, യോഗ്യമല്ലാത്ത നിലയിൽ ജോസഫിനോട് ഇടപെടാൻ കടന്നു വരുന്നത് പലതവണ കുതറി മാറിയെങ്കിലും ഒരു ദിവസം, ആമേൻ, അവനെ കയറി പിടിക്കുകയാ. ആമേൻ, ആമേൻ, ആരും കാണാൻ സാധ്യതയില്ലാത്ത ഇടത്ത് ഒറ്റ, ആമേൻ, അവർ രണ്ടും മാത്രം ആ വീട്ടിലുള്ളപ്പോ, പ്രിയപ്പെട്ടവരെ, അവൾ അതിനു വേണ്ടി എൻ്റെ യജമാനത്തിയാണെന്ന് അവനറിയാം. നിർബന്ധിക്കുമ്പോഴും അവൻ പറയുന്നു, ദൈവത്തിൻ്റെ കണ്ണിനെ മറച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ആമേ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ആകെയുണ്ടായിരുന്ന അവൻ്റെ നഗ്നത മറയ്ക്കാനുള്ള ആമേ വസ്ത്രാഗ്രത്തെ അവളെ കയറി പിടിച്ചപ്പോൾ അത് വിട്ടുകളഞ്ഞ് ജോസഫ് ഓടി രക്ഷപ്പെടുകയാ, പാപം ചെയ്യാൻ കഴിയാതെ. ഇന്ന് പകൽക്കാലം ഞാൻ ചേർത്ത് പറയട്ടെ പ്രിയപ്പെട്ടവരെ, അവസരം കിട്ടുമ്പോൾ, ആരും അറിയാത്തപ്പോ കിട്ടുന്ന അവസരം മുതലെടുത്ത് പാപം ചെയ്യുന്നത് ദൈവകൃപയല്ല. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തെ മറച്ചൊന്നും എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, യൗവനക്കാരായ കുഞ്ഞുങ്ങളെ, റൂമിനകത്തെ കഥകടച്ചൊറ്റയ്ക്കിരിക്കുമ്പോ അവൻ നിങ്ങളുടെ നോട്ടുകളൊക്കെ വാട്സപ്പിൽ വരുന്നുണ്ട്. അവൻ അതുകൊണ്ട് ടാബ് നോക്കുന്നുണ്ട്, ഐപാഡ് നോക്കുന്നുണ്ട്, ഫോൺ നോക്കുന്നുണ്ട്, എല്ലാം കൊള്ളാം. പക്ഷേ നീ സെർച്ച് ചെയ്യുന്നത് ഓരോന്നും കാണുന്ന ഒരു ദൈവമുണ്ട്. യോഗ്യമല്ലാത്തത്, ദൈവഹിതമല്ലാത്തത്, പാപത്തിന് പ്രേരിപ്പിക്കുന്നത് നിന്റെ കണ്ണുകളിൽ തടയരുത്. ചേർത്തൊന്നുകൂടെ പറഞ്ഞു വിടട്ടെ. പാപമാണെന്നറിഞ്ഞിട്ടും ആ പാപത്തെ താലോലിച്ച് മുന്നോട്ട് പോയി കുറച്ചു കാലം കഴിഞ്ഞ് പാപം ഏറ്റു പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും, ശരിയാ. പക്ഷേ പാപമാണെന്നറിഞ്ഞിട്ടും നീ ചെയ്യുന്ന പാപത്തിന് ഒരു കോൺസിക്വൻസസ് ഉണ്ട്, അത് നീ അനുഭവിക്കേണ്ടി വരും. ദാവീദിനറിയാം താൻ ഒരു രാജാവാ, തനിക്കൊരു കുടുംബമുണ്ട്. ആമേൻ. ബേർശേബ ഊരിയാവിൻ്റെ ഭാര്യ. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും താൽക്കാലികമായ അവൻ്റെ ആസക്തിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബർശേബയെ വിളിച്ചു വരുത്തി പാപം ചെയ്ത്, ആമേൻ, പിന്നീട് വളരെ കുതന്ത്രപരമായ അനുഭവങ്ങൾക്കകത്ത്, ആമേൻ, പടക്കളത്തിലായിരുന്ന അവളുടെ ഭർത്താവിനെ വിളിച്ചു വരുത്തി അതിൻ്റെ ഉത്തരവാദിത്വം അവൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒത്തിരി നിഗൂഢമായ പദ്ധതികൾ ദാവീദ് ആസൂത്രണം ചെയ്തിട്ടും അതൊന്നും വിലപ്പോയില്ല. ആമേൻ. പിന്നീട് ഊരിയാവിനെ സ്വന്തം മരണവാറണ്ടുമായിട്ട് യോബാവിൻ്റെ അടുക്കൽ പറഞ്ഞു വിട്ട് യോബാവ് അവനെ കൊണ്ട് യുദ്ധത്തിൻ്റെ ഏറ്റവും കാഠിന്യമേറിയ സ്ഥലത്തു നിർത്തി. അവൻ യുദ്ധത്തിൽ പട്ടുപോയപ്പോ ദാവീദ് പറയുകയാ, യുദ്ധത്തിൽ അവൻ മരണം സാധാരണമല്ലോ. അത് നിമിത്തം
ഉദരത്തിനകത്തൊരു തലമുറ രൂപപ്പെട്ടു. പക്ഷെ അതിനിടയിൽ നാഥാൻ പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ദാവീദിന് മുമ്പിൽ നിന്ന് മുഖത്തു നോക്കി പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു, ആ മനുഷ്യൻ നീയാണെന്ന്. നെടുമ്പാടി വീണ് കരഞ്ഞു പ്രിയരെ. പക്ഷേ അതിൻ്റെ അനന്തരഫലമായി ഉണ്ടായ തലമുറയുടെ മുഖം കാണാൻ സ്വർഗം അനുവാദം കൊടുത്തില്ല. ആ കുഞ്ഞിനെ ജനനത്തിങ്കൽ തന്നെ സ്വർഗം എടുത്തു കളഞ്ഞു. ഇന്ന് പകൽ മറക്കരുത്, ഇതൊരു ഗൗരവമായ ദൂതാകട്ടോ. പാപം പാപമാണെന്നറിഞ്ഞിട്ടും നീ പാപത്തെ താലൊലിച്ചു പോയ കുഞ്ഞെ, നിൻ്റെയും നിൻ്റെ തലമുറയുടെ മേലും അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരും. ഏറ്റു പറഞ്ഞാൽ പാപം ക്ഷമിക്കപ്പെടും, പക്ഷേ അതിൻ്റെ കോൺസിക്വൻസസ് നമ്മുടെ തലമുറകളിൽ പിന്തുടരും. ഭയത്തോടെ ദൈവത്തെ സേവിക്കണം, വിശുദ്ധിയോടെ ദൈവത്തെ സേവിക്കണം, വേർപാടിൽ ദൈവത്തെ സേവിച്ചോണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇത് വളരെ ഗൗരവമായ ഒരു ക്രൈസ്തവ ജീവിതമാണെന്ന് മറന്നു പോകരുത്. ആമേൻ. വേഗത്തിലൂടി വരട്ടെ. ആമേൻ. അങ്ങനെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവൻ ഉപേക്ഷിച്ച് കളഞ്ഞ വസ്ത്രാഗ്രത്തെ തന്നെ പാപം ചെയ്തു എന്നതിന് തെളിവായിട്ട് അവൾ ഉയർത്തിപ്പിടിച്ചു. അവൻ്റെ വസ്ത്രം എടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു, ദേ നീ കൊണ്ട് എൻ്റെ കൂടെ ആക്കി ചെറുക്കനില്ലേ, അവൻ എൻ്റെ അടുക്ക വന്നപ്പോൾ ഞാൻ അതിനനുവദിക്കാതെ ആമേൻ കുതറിയോടിയപ്പോൾ തെളിവായിട്ട് ഞാൻ പിടിച്ചു വെച്ചതാണെന്ന്. ജോസഫേ, നിന്റെ നൈർമല്യതയ്ക്ക് സാക്ഷ്യം പറയാൻ ആരുമില്ല കേട്ടോ. നിനക്ക് സാക്ഷി പറയാൻ ആരുമില്ല. അവൾക്ക് സാക്ഷി പറയാൻ 100 പേര് കൂടെയുണ്ട്. അവൾ പതിവ്രതയാണെന്ന് പറയാൻ ഒത്തിരി പേര് കൂടെയുണ്ട്. എന്നാൽ ജോസഫ് അത് നിമിത്തം കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടു. ചില വർഷങ്ങൾ അതിനകത്ത് കിടക്കുന്നു. അവസാനം പുറത്തു വരാൻ ദൈവം മുഖാന്തരം ഒരുക്കുമ്പോൾ അതിനകത്ത് അപ്പക്കൊട്ട വാഹനം പാനപാത്ര വാഹനം വരുന്നു. രണ്ടുപേരും കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ചു. പാനപാത്ര വാഹനോട് അവൻ പറഞ്ഞ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പോലെ അവനെ തിരികെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതിന് കാരാഗ്രഹം വിട്ടിറങ്ങുമ്പോൾ ജോസഫ് അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ അവിടെ ചെല്ലുമ്പോൾ രാജാവിനോട് പറയണം, ഒരു പാവം പിടിച്ചവൻ ഇതിനകത്ത് കിടപ്പുണ്ട്, യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല, എനിക്ക് വേണ്ടി ഒരു വക്കാലത്ത് പറയണം. നിശ്ചയമായിട്ടും ജോസഫ്, ഞാൻ അവിടെ ചെന്നാൽ ആദ്യം പറയുന്നത് നിന്റെ കാര്യമായിരിക്കും. പക്ഷേ അടുത്ത 2 വർഷത്തേക്ക് പാനപാത്രവാഹകൻ ജോസഫിനെ മറന്നുപോയി. ജോസഫിനെ ഓർപ്പിക്കാൻ സമയമായപ്പോ സ്വർഗത്തിലെ ദൈവം രാജാവിന് സ്വപ്നം കൊടുത്തു. രാജാവ് സ്വപ്നത്തിൽ പരവേശനായപ്പോൾ പാനപാത്രഭാവം പറഞ്ഞു, അയ്യോ ഞാൻ മറന്നുപോയി, എൻ്റെ പാപം ഞാൻ ഓർക്കുന്നു. ഒരുത്തൻ കുണ്ടറെ കിടപ്പുണ്ട്, സ്വപ്നം വ്യാഖ്യാനിക്കുന്നവൻ. അവനെ വിളിച്ചു വരുത്തി രൂപം മാറിപ്പോയവൻ, ഷേപ്പ് മാറിപ്പോയവനെ രൂപഗുണമുള്ളവനാക്കി തികഞ്ഞവനാക്കി രാജാവിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. രാജാവ് അവനോട് സ്വപ്നത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നവും അതിന്റെ അർത്ഥവും വ്യാഖ്യാനവുമല്ല സർവശക്തനായ ദൈവത്തിങ്കിൽ നിന്ന് പറഞ്ഞ് ജോസഫ് അത് വ്യക്തമായിട്ട് രാജാവിന് വെളിപ്പെടുത്തി കൊടുക്കുകയാ. അതെല്ലാം കഴിഞ്ഞപ്പോൾ രാജാവ് അവനെ വിളിച്ച് അവനുള്ള മോതിരം കൊടുത്ത് അവനെ വിശേഷമായ വസ്ത്രം ധരിപ്പിച്ച് രാജ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് അവനെ അപ്പോയിന്റ് ചെയ്യുകയാ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ദൈവം ദർശനമുള്ള സ്വപ്നമുള്ള ദൈവിക നിയോഗം പ്രാപിച്ചവന്റെ വസ്ത്രം ആദ്യം ചേട്ടന്മാര് വലിച്ചെടുത്തു. പിന്നെ ആകെ ഉണ്ടായിരുന്നത് പൊത്തിപ്പേരുടെ ഭാര്യയും കൊണ്ടുപോയി. അങ്ങനെ ഉണ്ടായിരുന്ന അവന്റെ വസ്ത്രത്തിന്റെ നഷ്ടങ്ങൾക്ക് പകരമായി ആ രാജ്യത്തെ അംഗീകാരമുള്ള ഒരു വസ്ത്രം, ഒരു പ്രധാനമന്ത്രിയുടെ വസ്ത്രം ഇങ്ങേ തലക്കൽ രാജാവിനെ കൊണ്ട് അവനെ ധരിപ്പിച്ച് അവന്റെ മേൽ ദൈവം പകർന്ന ദർശനത്തിന്റെ പൂർത്തീകരണം എന്ന നിലയിൽ അവൻ പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവന്റെ ചേട്ടന്മാരും അവന്റെ അപ്പനും താമസിച്ച ഇടത്ത് ദൈവം ക്ഷാമം വരുത്തി. അവരെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നു. അവരെ കണ്ടപ്പോഴേ ജോസഫിന് മനസ്സിലായി, അവർക്ക് മനസ്സിലായില്ല. എന്നാൽ ജോസഫ് അകത്തുപോയി പൊട്ടിക്കരഞ്ഞു. അവസാനം അവനെ തന്നെ വെളിപ്പെടുത്തി. അവർ ചെന്ന് അപ്പനായിരിക്കുന്ന യാക്കോബിനോട് പറഞ്ഞു, നിന്റെ മകൻ ജോസഫ് ചത്തുപോയില്ലപ്പോ, അവൻ ജീവനോടുണ്ട്, അവൻ അവിടെ പ്രധാനമന്ത്രിയാണ്. ഹല്ലേലൂയ. കരിഞ്ഞുണങ്ങിപ്പോയ, തകർന്നുടഞ്ഞുപോയി, വർഷങ്ങളായി മകനെ ചൊല്ലി പ്രലാപം കഴിച്ചുകൊണ്ടിരിക്കുന്ന അപ്പന്റെ കാതുകളിൽ വരണ്ടുണങ്ങിയ ദേശത്ത് ഒരു കുളിർമഴ പെയ്യുന്നത് പോലൊരു വാർത്തയായിരുന്നു യാക്കോബിന്റെ കാതുകളിൽ. അത് എന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അവൻ അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഇതാ. ആ വർത്തമാനം കേട്ടപ്പോ യാക്കോബിന് ചൈതന്യം വന്നെന്ന. വർഷങ്ങളായി കരഞ്ഞ് വിലപിച്ച് കലങ്ങി മറിഞ്ഞു പോയ കണ്ണുകൾ പ്രകാശപൂരിതമായി ഉന്താൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ജോസഫേ, കിട്ടിയ ദർശനം മേത്തരമായിരുന്നു. പക്ഷെ മറക്കരുത്, ആ ദർശനത്തിലേക്കുള്ള വഴിത്താരകളൊന്നും
ദർശനത്തിലില്ലായിരുന്നു. ദർശനം എന്തേ ഉള്ളായിരുന്നു? കറ്റകൾ അവനെ നമസ്കരിക്കുന്നതും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നമസ്കരിക്കുന്നതേ ഉള്ളായിരുന്നു. എന്നാൽ ആ ദർശനത്തിനകത്ത് പൊട്ടക്കുഴിയില്ലായിരുന്നു. ദർശനത്തിനകത്ത് കച്ചവടച്ചരക്കാക്കപ്പെടുന്നതില്ലായിരുന്നു. ദർശനത്തിനകത്ത് അടിമച്ചന്തയിൽ ഒരു അടിമയായി നിൽക്കുന്നതില്ലായിരുന്നു. ദർശനത്തിനകത്ത് പൊത്തിപ്പേരുടെ വീട്ടിലെ പരിശോധനയില്ലായിരുന്നു. ആമേൻ. ദർശനത്തിനകത്ത് കാരാഗ്രഹമില്ലായിരുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ മേൽ പകരപ്പെട്ട ദൈവിക ദർശനങ്ങൾ വിശ്വസ്തതയുള്ളതാണ്. നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ വിശ്വസ്തമാണ്. എൻ്റെ ദൈവം പോഷ്ക്ക് പറയാൻ മനുഷ്യനല്ല കേട്ടോ, അവൻ തമാശ പറയുന്നവനല്ല. കാലങ്ങൾക്ക് മുമ്പ് നീ നാട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഇങ്ങോട്ട് വിടുന്നതിന് മുമ്പ് സ്വർഗം ഈ രാജ്യത്ത് നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞ ദൈവപ്രവൃത്തിയുടെ വാഗ്ദത്തങ്ങൾ അതെല്ലാം എന്ന് തന്നെയാ. കാലപ്പഴക്കത്താൽ അതിനാച്ഛാദനം സംഭവിക്കത്തില്ല എന്ന ഇന്ന് പകൽക്കാലം ഒന്നോർത്തോ. ആ ദർശനത്തിന്റെ വഴിത്താരകളിൽ നീ സഞ്ചരിക്കുമ്പോ ദർശനത്തിലില്ലാത്ത കുഴിയുണ്ടാകും, ദർശനത്തിലില്ലാത്ത കാരാഗ്രഹം ഉണ്ടാകും, ദർശനത്തിലില്ലാത്ത ഒറ്റപ്പെടലുണ്ടാകും. പക്ഷെ ഇന്ന് പകൽക്കാലം ഒന്നോർത്തോ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഓരോ പാന്താവുകളിൽ കൂടെ നിന്നെ പിന്തുടരുമ്പോൾ നീ ദ റൈറ്റ് വേയിലാണ്. ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിൽ വഴിത്താരയിലാണ് നീ. ഇതൊന്നും ഇല്ലെങ്കിൽ നീ വിചാരിച്ചോ എവിടെയൊക്കെ റോങ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്വർഗം നിന്നോട് കൈമാറിയ മുഴുവൻ വാഗ്ദത്തങ്ങളും ഈ നാളുകളിൽ നിന്റെ മേൽ വെളിപ്പെടുത്താനുള്ളതാ, അല്ലാതെ ചുമ്മാ സ്വർഗത്തിലെ ദൈവത്തിനെ സുഖിപ്പിക്കാൻ പറഞ്ഞതല്ല. ഇന്ന് പകൽക്കാലം വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടാൻ വേണ്ടി നെഞ്ചുരുകി കാത്തിരിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഈ പകൽക്കാലം ഇവിടെയുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയട്ടെ, എത്ര പ്രതികൂലം വന്നാലും നീ നിന്നൊക്കെ നൽകിയ ദർശനത്തിനകത്ത് നിന്നു. ദർശനത്തെ പൂർത്തീകരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, സഫലമാക്കുന്ന ദൈവമുണ്ട്. അവൻ വിശ്വസ്തനാണ്. ദർശനത്തിനൊരു അവധിയുണ്ട്, അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാ. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം താമസിക്കയില്ല. എന്ന് പകൽക്കാലം ആ ദൈവിക ദർശനത്തിന് വേണ്ടി അവസാനം വരെ ശക്തിയോടെ നിൽപ്പാൻ, വിശുദ്ധിയോടെ നിൽപ്പാൻ, പരമാർത്ഥതയോടെ നിൽപ്പാൻ ദൈവസഭയെ നമുക്ക് എല്ലാവർക്കും ഇടയാക്കി തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരമൊരുക്കിയ കർത്താവിന് വിലപ്പെട്ട അഭിഷക്തനോട്, ദൈവസഭയോട്, പ്രിയ ബേസിൽ ബ്രദറിനോടും കുടുംബത്തോട് പ്രത്യേകിച്ച് നന്ദിയും വന്ദനവും പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആമേൻ. 1-2-3 ആഴ്ചകൾ കൂടെ ഞങ്ങൾ ആമേൻ ഈ കാനഡയിലായിരിക്കും. ആമേൻ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. നാട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ പ്രത്യേകിച്ച് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Pastor. Praise